പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. ഡിസംബർ 27 നടത്തിയ നറുക്കെടുപ്പിന്റെ ശരിയായ ഫലം പ്രഖ്യാപിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആരുടെ പേര് നറുക്കിൽ വന്നുവോ അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഡിസംബർ 27 ഉച്ചയ്ക്ക് 2-നായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ BJP പ്രതിനിധിക്കും UDF പ്രതിനിധിക്കും 5 വീതം വോട്ട് ലഭ്യമാവുകയും അങ്ങനെ നറുക്കെടുപ്പിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. നറുക്കെടുപ്പിൽ ജോസഫ് എന്ന UDF പ്രതിനിധിയുടെ പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ വിജയിയെ പ്രഖ്യാപിച്ചത് BJP പ്രതിനിധിയായിട്ടുള്ള ഹരികുമാർ KK ആണ്. ഇതിനെതിരെയാണ് ചട്ടലംഘനം ആരോപിച്ച് SDPI പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രഖ്യാപനം അസാധുവാക്കുകയും ആരുടെ പേരാണോ ലഭ്യമായത് അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കുന്നതിനായി ഈ മാസം 21-ാം തീയതി, അതായത് നാളെ, പ്രത്യേക യോഗം വിളിച്ച് അദ്ദേഹത്തെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ആരുടെ പേരാണോ അദ്ദേഹത്തെ വിജയിയെ പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. എന്നാൽ ഇതിനെതിരെയാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട BJP പ്രതിനിധി ഹരികുമാർ KK ഹൈക്കോടതിയെ സമീപിച്ചത്. അന്നത്തെ നടപടികൾ പൂർണ്ണമായി അസാധുവാക്കുകയും വീണ്ടും ആദ്യഘട്ടം മുതൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ആവശ്യമാണ് ഹരികുമാർ ഉന്നയിച്ചത്. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. തീയതി പിന്നീട് നിശ്ചയിക്കും. ചുരുക്കത്തിൽ അന്ന് നറുക്കിട്ട ആളെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നുള്ളത് UDFനെ അനുകൂലിക്കുന്ന SDPIയുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അതിന് വഴങ്ങിക്കൊടുക്കരുത് എന്നുള്ള ആവശ്യമായിരുന്നു BJP പ്രതിനിധി ഹർജിയിലൂടെ ഉന്നയിക്കപ്പെട്ടത്. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ആദ്യം മുതൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കോട്ടാങ്ങലിൽ നടക്കും. തീയതി പിന്നീട് അറിയിക്കും. ശരി,